മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം തള്ളി എക്സാലോജി കൺസൾട്ടിംഗ്. കമ്പനിയുടെ സഹസ്ഥാപകർക്കോ ഡയറക്ടർമാർക്കോ രാഷ്ട്രീയ ബന്ധമില്ലെന്ന് അബുദാബിയിലെ കമ്പനി വിശദീകരിച്ചു. മാർച്ച് 19-നാണ് എക്സാലോജി കൺസൾട്ടിംഗ് ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതേസമയം മാസപ്പടി കേസിൽ SFIO അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധമില്ലെന്നാണ് അബുദാബി കമ്പനിയായ എക്സാലോജിക് കൺസൾട്ടിംഗ് വ്യക്തമാക്കുന്നത്. എക്സാലോജിക് എന്നുപേരുള്ള മറ്റൊരു കമ്പനിയുമായും ബന്ധമില്ല. കമ്പനിയുടെ സഹസ്ഥാപകർ, ഡയറക്ടർമാർ, CXOമാർ എന്നിവർക്ക് രാഷ്ട്രീയ ബന്ധമില്ല. എക്സാലോജിക് കൺസൾട്ടിംഗിന് മറ്റ് 3 സഹസ്ഥാപനങ്ങളുണ്ട്. കമ്പനിയുടെ ഇന്ത്യൻ സ്ഥാപനമാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. മറ്റൊരു സബ്സിഡിയറി കമ്പനിയും എക്സാലോജിക് കൺസൾട്ടിംഗിന് ഇല്ലെന്നുമാണ് കമ്പനി വെബ്സൈറ്റിൽ മാർച്ച് 19-ന് പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പ്. മാസപ്പടി കേസിലെ വിവാദം കത്തിനിൽക്കുന്ന സമയത്ത് തന്നെ പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പ് നിലനിൽക്കുകയായിരുന്നു ഷോൺ ജോർജിന്റെ ആരോപണം. വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ വിദേശത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നായിരുന്നു ഷോൺ ജോർജിന്റെ ഉപഹർജിയിലെ ആവശ്യം. ഉപഹർജിയിലെ വാദം ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പ്രത്യേകമായി ഉന്നയിച്ചില്ല. ഷോൺ ജോർജിന്റെ ഉപഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചതുമില്ല. മാസപ്പടി കേസിൽ SFIO അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. SFIO അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ജൂലൈ 15-ന് വിശദമായ വാദം കേൾക്കും. ഹർജിയിൽ അധിക സത്യവാങ്മൂലം നൽകാനുണ്ടെന്ന് SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചു. അധിക സത്യവാങ്മൂലം നൽകാൻ ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് SFIOയ്ക്ക് അനുവാദം നൽകി. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.